വീര്യം കുറഞ്ഞ മദ്യത്തിന് ആരും അറിയാതെ സൂത്രത്തിൽ നികുതി കുത്തനെ കുറച്ചു കൊടുത്ത് മദ്യക്കുട്ടകളെ സഹായിക്കാൻ നടത്തിയ ഡീൽ കയ്യോടെ പിടിക്കപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കള്ളങ്ങളുടെ ഘോഷയാത്ര നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതാണ് അവാസ്തവങ്ങളും അസത്യങ്ങളുമാണ് അദ്ദേഹം രക്ഷപ്പെടാനായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മറുപടി അവാസ്തവങ്ങൾ നിറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നത് എം വി ഗോവിന്ദമാഷ് എക്സൈസ് മന്ത്രിയായപ്പോഴാണ് നികുതി കുറയ്ക്കാനുള്ള നീക്കം നടത്തിയത്. അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഉദ്ധരിച്ച ഫയൽ പറയുന്നത് എന്താണ്? വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നിർവചനം എന്താണ് എന്ന് വ്യക്തമാക്കി പുനഃസമർപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അവിടെ നികുതിയുടെ പ്രശ്നമേ വരുന്നില്ല. അത് തന്നെ ചെയ്യുന്നത് എങ്ങനെയാണ്? LDF മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2022-23 മദ്യനയം. ആ നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നിർവചനം എന്താണ് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നത്. അതെല്ലാം സുതാര്യമായി നടന്ന കാര്യങ്ങളാണ്, ഞങ്ങൾ വിശദീകരിച്ച കാര്യങ്ങളാണ്. അത് ഇതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? വീര്യം കുറഞ്ഞ മദ്യം അനുവദിക്കാനുള്ള ചട്ട ഭേദഗതി LDF തന്നെയാണ് കൊണ്ടുവന്നത്. 3 കാറ്റഗറികളിലായി. അതൊക്കെ ഞങ്ങൾ നേരത്തെ വിശദീകരിച്ചതാണ്. 40 വൈൻ, 40 ലിറ്റർ, ലോ സ്ട്രെങ്ത് ആൽക്കഹോൾ. 3 നയത്തിൽ പറഞ്ഞ് LDFന്റെയും ക്യാബിനറ്റിന്റെയും അനുമതിയോടെ ജനങ്ങളുടെ മധ്യത്തിൽ അവതരിപ്പിച്ച് പിന്നെ നടപടിക്രമങ്ങൾ പാലിച്ച് ചട്ടം ഭേദഗതി ചെയ്ത് കൊണ്ടുവന്നതാണ്. പക്ഷെ അപ്പോഴൊന്നും നികുതി കുറയ്ക്കുന്നതിനെ കുറിച്ച് LDF ആലോചിച്ചിട്ടില്ല. എന്നിട്ട് മുഖ്യമന്ത്രി ഇന്നലെ പച്ചക്കള്ളം പറഞ്ഞു. അവസാനം നികുതി കുറയ്ക്കാൻ ധാരണയായി തെരഞ്ഞെടുപ്പായതുകൊണ്ട് നടപ്പാക്കാതിരുന്നതാണ്. ഈ പച്ചക്കള്ളം പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറാണ്. അന്ന് അദ്ദേഹം തയ്യാറാവുന്നേ വിചാരിക്കുന്നില്ല. കാരണം അങ്ങനെ ശീലം അദ്ദേഹത്തിനില്ല. പണ്ട് ഞാൻ എക്സൈസ് മന്ത്രിയായിരിക്കെ ഡൽഹി മദ്യനയ കേസിലെ പ്രതിയായ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിത സ്പീക്കറായിരിക്കുമ്പോൾ എന്റെ വീട്ടിൽ വന്ന് താമസിച്ചു എന്ന് അതിന്റെ ഭാഗമാണ് LDFന്റെ മദ്യനയം എന്നൊക്കെ ആരോപണം ഉന്നയിച്ച ആളാണ് ശ്രീ VD സതീശൻ. ആ വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ച മലയാള മനോരമ തിരുത്തുകയും തെറ്റായ വാർത്ത പുറത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ശ്രീ VD സതീശൻ അത് തിരുത്താനോ ഖേദം പ്രകടിപ്പിക്കാനോ തയ്യാറായില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് അവസാന നിമിഷം വരെ LDF ശ്രമിച്ചു, നടന്നില്ല എന്ന്.